കോട്ട് കോളർ ടോപ്പല്ല ഉടുപ്പ് കണ്ടോ. വെറും സിമ്പിളായിട്ട് കണ്ടോ, രണ്ട് കൈയൊക്കെ വെച്ച് നോക്കിക്കേ, 2 ബോക്സ് പ്ലേറ്റ് ആയിട്ട് തേക്കുന്നത്. സാലി റോസിൻ്റെ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നൈറ്റി മെറ്റീരിയലിൽ നമുക്കൊരു ഷർട്ട് കോളർ അല്ല കോട്ട് കോളറിൻ്റെ ഒരു ഫ്രോക്ക് തയ്ക്കാനായിട്ട് ടീനേജ് പിള്ളേർക്ക് ടീനേജ് എന്നൊന്നുമില്ല, ഇപ്പോൾ എല്ലാ പിള്ളേരും ഇടുമല്ലോ. നമുക്കൊരു ഫ്രോക്ക് തയ്ക്കാം അല്ലേ. ചുരുങ്ങിയ ചിലവിൽ നമുക്ക് നല്ലൊരു അടിപൊളി ഫ്രോക്ക് തയ്ക്കാവേ. അതിന് ഞാൻ ആദ്യം ചെയ്യുന്നത്, ഫ്രോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സ്കേർട്ട് പാർട്ടും ഉണ്ട്, യോക്ക് പാർട്ടും ഉണ്ട്. സ്കേർട്ട് പാർട്ടിന് വേണ്ടി ഞാനൊരു ടോട്ടൽ ഒരു 31 ഇഞ്ച് ഇറക്കം എടുക്കുന്നത്. 31 ഇച്ചിരി കൂടുതലുണ്ട്, അത് കിടന്നോട്ടെ, വേണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. 31 ഇഞ്ചാണ് ടോട്ടൽ ഇറക്കം എടുക്കുന്നത്. ഏതിനാ? സ്കേർട്ട് പാർട്ടിന്. അത് നമ്മൾ ആദ്യം സ്കേർട്ട് പാർട്ടിന് വേണ്ടി നമ്മൾ 32 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അത്രയും അളവിൽ വരച്ചെടുക്കാം. അപ്പം നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ നൈറ്റി മെറ്റീരിയൽ ഞാൻ 2ആയിട്ട് മടക്കി നീളത്തിൽ ജസ്റ്റ് മടക്കിയിട്ട് ഇട്ടേക്കുക, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ സ്കേർട്ട് പാർട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി പീസിൽ നിന്ന് വേണം യോക്ക് പാർട്ടും സ്ലീവും പിന്നെ നമ്മുടെ കോളറിന് വേണ്ട തുണിയെല്ലാം ഇത്രയത്തിൽ നിന്ന് വേണം എടുക്കാനായിട്ട്. ഇതിപ്പോൾ മടക്കിയിട്ടേക്കുക. ഞാൻ നിവർത്തിയിട്ടിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ മടക്കാം അല്ലേ. അങ്ങനെ മടക്കി നമുക്കൊരു 34 ചെസ്റ്റ് മെഷർമെൻറ്റ്, 34 ചെസ്റ്റ് മെഷർമെൻറ്റിലുള്ള കൊച്ചിന് വേണ്ടിയാണ്. അന്നേരം അതനുസരിച്ച് നമുക്ക് എത്ര വേണം? 34 എന്ന് പറയുമ്പം 8.5 അല്ലേ. 4 32 അല്ല സോറി 34 4 38 38 എന്ന് പറഞ്ഞാൽ 9.5 ഒന്നും 10.5 11 ഇഞ്ച് നമുക്ക് വിട്ട് കിട്ടിയാൽ മതി. 11 ഇഞ്ചിൽ ഞാൻ എടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് എല്ലാം കൂടെ കൂട്ടി 18 ഇഞ്ചാണേ. ഏതാ യോക്ക് പാർട്ടിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. അതൊരു സ്വല്പം കൂടുതലുണ്ട്, അപ്പോൾ കൂടി നമുക്ക് കട്ട് ചെയ്ത് കളയാമല്ലോ. അങ്ങനെ ഞാൻ 18 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അടയാളപ്പെടുത്താവേ. നെക്കെന്ന് പറയുന്നത് കറക്റ്റ് 3 ഇഞ്ച് മതി നെക്ക് വിട്ട്. അതുപോലെ നെക്കിൻ്റെ ലെങ്ത് 3.25 ഞാൻ എടുത്തിട്ടുണ്ട്. 3 ആയാലും കുഴപ്പമൊന്നുമില്ല, 3.25 എടുത്തിട്ടുണ്ടേ. 3.25 വലിയ കൂടുതലൊന്നുമില്ല. അപ്പം ഈ 3 ഇഞ്ചിലും 3.25 നമുക്കൊരു ഇതുപോലൊരു ബോക്സ് വരച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഒരു യു കഴുത്ത് പോലെ, അസൽ യു പോലെ താഴോട്ട് ഒത്തിരി താക്കരുതേ. നമുക്കിനി ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഫുൾ ഷോൾഡർ വേണം. 7.5 ഫുൾ ഷോൾഡർ, 7.5 എടുക്കുന്നു കേട്ടോ. അറിയാമല്ലോ, കോളറുള്ളതിനെല്ലാം ഫുൾ ഷോൾഡർ വേണം. 7.5 താഴേക്കും ഞാൻ ആം ഹോൾ എടുത്തിട്ട് നമുക്ക് അതോടെ ഒന്ന് കൂട്ടിച്ചേർത്ത് വെക്കാം. ഇനി ഞാൻ ഇവിടുത്തെ സ്ലോപ്പ് വേണം നിർബന്ധമായും. 1 ഇഞ്ച് സ്ലോപ്പും കൊടുക്കുന്നു. ഞാൻ പറയാറുണ്ട് എപ്പോഴും കോളർ നെക്ക് തയ്ക്കുമ്പോൾ സ്ലോപ്പ് കൊടുക്കണം. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു 34 ഉണ്ട്. അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ട് 38, 38ൻ്റെ 9 1.5 സീം ഓൾറെഡി നമ്മൾക്ക് ഉണ്ട് അവിടെ, അതവിടെ കിടന്നോട്ടെ. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ 2 ഇഞ്ച് ഇടണേ. 2 ഇഞ്ച് ഇട്ടു, എന്നാണെന്നറിയോ, ഫ്രണ്ട് ഓപ്പണാണ്. ഞാനത് പറയാൻ വിട്ടുപോയി. 2 ഇഞ്ച് ഇട്ടേക്കണേ. ഇനി ഞാൻ വേസ്റ്റ് റൗണ്ടാണ് 14 ഇഞ്ചിൽ അടയാളപ്പെടുത്തുന്നു. 14 ഇഞ്ചിൽ 32ആണ്. അപ്പോൾ 32ൻ്റേത് അനുസരിച്ച് 32ൻ്റെ കൂടെ 2 കൂട്ടി 34, അതിൻ്റെ 4 പ്ലസ് സീം 1.5 ഇഞ്ച് നിങ്ങൾ 2 ഇടണേ. ഇവിടെ ഈ താഴെ എന്ന് പറയുമ്പം 18 ഇഞ്ചിൽ എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഹിപ്പാണോ അതുമല്ല, വേസ്റ്റ് ആണോ അതുമല്ല, ലോവർ വേസ്റ്റ് എന്ന് നമുക്ക് പറയാം. അതിനെ ലോവർ വേസ്റ്റ് എനിക്ക് 33 ഇഞ്ചുണ്ട്. അതനുസരിച്ച് 33ൻ്റെ കൂടെ 2 കൂട്ടിയിട്ടാണ് ഞാനത് എടുത്തേക്കുന്നത്. ഇതിനെല്ലാം കൂട്ടിച്ചേർത്തൊന്ന് അടയാളപ്പെടുത്തി നമുക്കിനി ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടിട്ട് ആ മിഡ് പോയിൻറ്റും ഈ ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തിയേക്കുന്നൂടെ ചേർത്ത് നമുക്ക് ആം ഹോളും കൂടെ വരച്ചെടുക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ, ഇതിനൊരു വലിയ പ്രത്യേകതയൊന്നുമില്ല. അടിയിൽ ഞാനൊരു 3/4 ഇഞ്ച് അടിയിൽ നിന്ന് ഇച്ചിരി കയറ്റി വരച്ചിട്ടുണ്ട്, ഏതാ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി. അപ്പം നെക്ക് കട്ട് ചെയ്യുന്നില്ല, ബാക്കിയെല്ലാം കട്ട് ചെയ്ത് നമുക്കെടുക്കാം. അടയാളപ്പെടുത്തിയേക്കുന്നതിലൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. നിങ്ങൾ ഒരിക്കൽ കൂടെ പറയാം, ഫ്രണ്ട് പാർട്ട് ഓപ്പണാണ്, അതുകൊണ്ട് അവിടെ ഒരു 1/2 ഇഞ്ചോളം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് വേസ്റ്റ് നിങ്ങൾ വേസ്റ്റ് അല്ലെന്നെ സീം അലവൻസ് 2 ഇഞ്ച് ഇടാൻ മറക്കല്ലേ കേട്ടോ. 2 ധൈര്യമായിട്ട് 2 ഇട്ടു. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഈ പീസിൽ നിന്ന് വേണം സ്ലീവ് എടുക്കണം.
പിന്നെ എന്നൊക്കെ ചെയ്യണം, നമുക്ക് ഫ്രണ്ടിൽ പിടിപ്പിക്കാനായിട്ട് ഈ ഫ്രണ്ട് ഷർട്ട് കോളർ പിടിപ്പിക്കുമ്പോൾ രണ്ടിൻ്റെയും കോട്ട് കോളറിന് ഫ്രണ്ടിൽ നമുക്ക് തുണി വെച്ച് പിടിപ്പിക്കണം. കഴുത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. അതുകൊണ്ട് ഇച്ചിരി തുണി നമുക്ക് മിച്ചം വെക്കണം. എല്ലാം എടുത്ത് നിങ്ങൾ കട്ട് ചെയ്ത് കളയരുത്. ഈ തുണി കൊണ്ട് നമുക്ക് എല്ലാം ചെയ്യണം. അതുകൊണ്ട് ഞാൻ സ്ലീവിൻ്റെ നീളം കുറച്ച്, ചെറിയ സ്ലീവേ ഉള്ളൂ, ചെറിയ സ്ലീവ് മതി എന്നാണ് കൊച്ചു പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ചെറിയ സ്ലീവ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കുന്നു. അപ്പം നമുക്ക് എത്ര വേണം സ്ലീവ്? ഞാൻ എന്നും പറയും എത്ര സ്ലീവ്? 34 ആളുടെ 4/1 പ്ലസ് കൂട്ടാതെ പറയേണ്ടത്. 4/1 എത്ര? 8.5. 8.5യുടെ കൂട്ടത്തിൽ നമുക്കൊരു 1/2 ഇഞ്ച് കൂടെ എക്സ്ട്രാ വേണ്ടേ. അങ്ങനെ 9 ഇഞ്ച് വീതി മാക്സിമം മതി. ഞാൻ ഇറക്കം എടുക്കുന്നത് 7.5 ഇഞ്ചാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ ക്യാപ്പ് ഹൈറ്റിന് വേണ്ടി 3.25 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ക്യാപ്പ് ഹൈറ്റിൻ്റെ പോയിന്റിലേക്ക് ഈ കോണറിൽ നിന്നും നമ്മുടെ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് 8.25, 16.5. അപ്പോൾ 8.25 ഇവിടെ വരുന്നോ അവിടെ അടയാളപ്പെടുത്തി അവിടെ നമുക്കിങ്ങനെ ഒരു ഷേപ്പ് ഈ എൻഡിലേക്ക് ഇങ്ങനെ നമ്മളെന്നും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെക്കറ്റ് വരയ്ക്കാം അല്ലേ. ഇങ്ങനെ നമ്മൾ ഷേപ്പ് കണ്ടു. അടിയിൽ വണ്ണം നമുക്ക് 6.5 ഇഞ്ച് കൊടുത്തു. അവിടുന്ന് 2 ഇഞ്ച് സീം കൊടുത്തു. ഇവിടെ സീം കൊടുത്ത് നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നു, കട്ട് ചെയ്തെടുക്കുന്നു. ചെറിയ കൈ നമുക്കിങ്ങനെ ചെയ്യാം. ഞാൻ നിങ്ങളെ ക്യാപ്പ് സ്ലീവ് കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ഫ്രോക്ക് തയ്ച്ചപ്പം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും സംശയം ക്യാപ്പ് സ്ലീവ് തയ്ക്കണമെങ്കിൽ അത് നോക്കാം. നടുക്കൊരു കട്ടിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചു വെട്ടാൻ ഇവിടെ സ്വല്പം 1/2 ഇഞ്ച് താഴ്ത്തി നമുക്കിങ്ങനെ ഷേപ്പിൽ ഒന്ന് വരച്ചിട്ട് അതുകൂടെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നമ്മുടെ ഇതോടുകൂടി നമ്മുടെ ഫ്രോക്കിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് പാർട്ടില്ലേ, നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് 2ആയിട്ട് കട്ട് ചെയ്തു. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മിച്ചം ഉണ്ടായിരുന്ന തുണിയിൽ 2 തുണി ഒട്ടും കളയാതെ ഇങ്ങനെ എടുത്തിട്ട് അതിൽ ഞാൻ 1.5 ഇഞ്ച് വീതിയിലുള്ള ഒരു നമ്മുടെ ക്യാൻവാസ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 1.5 ഇഞ്ച് വീതിയിൽ 2 പീസിലും കണ്ടോ. അതിനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കണം. ഞാൻ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെ തയ്ക്കുമ്പം നമ്മുടെ വശങ്ങൾ മാറിപ്പോകാതെ 2 വശവും ഫ്രണ്ട് പാർട്ട് കിട്ടത്തക്ക രീതിയിൽ വേണം ഇതൊക്കെ ചെയ്യാൻ. ഇത് നമ്മൾ തുടക്കക്കാർ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും. വളരെ ശ്രദ്ധയോടുകൂടി ആലോചിച്ച് വേണം ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ മറുഭാഗം ഒക്കെ തെറ്റിയൊക്കെ പോകും. എനിക്ക് അങ്ങനെ ഒരെണ്ണം വന്നതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഒന്നുകൂടി ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഈ 2 പീസ് ഒരുപോലെ ഇരിക്കുന്ന കാരണം തിരിച്ചറിയാൻ പറ്റാതെ എനിക്ക് അഴിക്കേണ്ടി വന്നു ഇവിടെ ഇതുപോലെ തയ്ച്ചപ്പം. ഇതിനല്ല അടുത്തത് ചെറിയൊരു മണ്ടത്തരം പറ്റി അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് ഒരിക്കൽ കൂടെ പറയുവാണേ. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കി തയ്ക്കണം. അങ്ങനെ 2 ഭാഗത്തും നമ്മൾ ഓരോ പീസ് പിടിപ്പിച്ചിട്ട് നമുക്കൊന്ന് പതിച്ചുരടിക്കാം. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇനി ഇതും കൂടെ ഇതിലൂടെ ഞാൻ അങ്ങനെ അടിക്കട്ടെ. നമ്മുടെ സൗകര്യം അനുസരിച്ച് കണ്ടോ, ഞാൻ വെച്ച് ചെയ്യുന്നത് കണ്ടോ. ക്യാൻവാസ് വെച്ചേക്കുന്ന നെക്ക് വരുന്നിടത്തൊരു 3 ഇഞ്ചോളം ക്യാൻവാസ് വെച്ചിട്ടില്ല, അല്ലാതെ 1.5 ഇഞ്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അടിക്കാനായിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതുണ്ടോ ഏച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് തികയാഞ്ഞിട്ട്. അപ്പം നമുക്കിങ്ങനെ ഫുള്ള് കൊടുക്കുന്നുണ്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഒരു ലൈനിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടും. അപ്പോൾ ഉടുപ്പ് കാണാൻ ഭംഗിയും കൊണ്ട് ഇട്ടാലും നല്ല രസമായിരിക്കും. ഇതൊന്ന് പതിച്ചടിക്കാവേ. ഇപ്പം നമ്മുടെ 2 ഭാഗവും നമ്മൾ തയ്ച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിലെ 2 വശവും തയ്ച്ചെടുത്തിട്ട് ഞാൻ ഇനിയും ഇതിലാണ് ഞാൻ ഒന്നും കൂടെ നെക്ക് മാർക്ക് ചെയ്യുക. 3 ഇഞ്ച് വീതിയും 3.25 ഇഞ്ച് ഇറക്കവും. അതും 3 എടുത്താലും കുറ്റമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫ്രണ്ടിൽ നമ്മൾ ആ പാറ്റേൺ വെച്ചെടുത്ത് കറക്റ്റ് 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു പോയിൻ്റ് നമ്മൾ കൊടുക്കണം. 2 ഭാഗത്തും 1.5 ഇഞ്ച് ഗ്യാപ്പിൽ. എവിടെയാണെന്ന് മനസ്സിലായില്ല. ആ പാറ്റേൺ വെച്ചെടുത്ത് കണ്ടോ ആ നമ്മൾ ക്യാൻവാസ് പിടിപ്പിച്ചെടുത്ത് 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു വര വരച്ചിട്ട് അവിടുന്ന് കറക്റ്റ് 1/2 ഇഞ്ചിൽ ഒരു കെട്ടിട്ട് കുത്തി നിർത്തി. 1/2 ഇഞ്ചിൽ കുത്തി നിർത്തിയിട്ട് നമ്മളത് എൻഡിലേക്ക് അടിച്ചെടുക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. എന്നിട്ട് നമ്മൾ ആ തയ്ച്ച് കഴിഞ്ഞിടത്ത് ഒരു കട്ടിടണം. ആ 1/2 ഇഞ്ച് നമ്മൾ താഴേക്ക് തയ്ച്ചതിന് തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ തയ്യൽ അഴിഞ്ഞു പോകാതെ ഒരു കട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളിതിനെ ഉള്ളിലേക്ക് തിരിച്ച് മറിച്ചെടുക്കുക. നമ്മൾ മുമ്പൊക്കെ ചെയ്താൽ മറിച്ചെടുത്തു കണ്ടോ. അപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ കിട്ടി. ഞാൻ നിങ്ങളെ കാണിക്കാം. എന്തെങ്കിലും പെൻസിലോ വല്ലതും വെച്ച് അത് നന്നായിട്ടൊന്ന് പോയിൻ്റ് ചെയ്തെടുക്കുക. കഴിയുമ്പോൾ നമുക്കത് ഇത് കണ്ടോ കിട്ടിയത് അതിൻ്റെ ഷേപ്പ് കണ്ടോ. അങ്ങനെ ഒരു ഭാഗം എടുത്തു. രണ്ടാമത്തെ ഭാഗവും ഞാൻ അങ്ങനെ തയ്ച്ചെടുക്കട്ടെ. എങ്ങനെയാണ് വെച്ച് തയ്ക്കുന്ന നോക്കിയേ. അതിൻ്റെ മറുവശത്ത് വെച്ചാണ് തയ്ക്കുന്നത്.
നല്ല വശത്തു നിന്നല്ല തയ്ക്കുന്നത്, മറുവശത്തു നിന്ന് 1/2 ഇഞ്ചിൽ കുത്തി നിർത്തി കെട്ടിട്ട് തയ്ക്കണം. കുത്തി നിർത്തി എൻഡിലോട്ട് തയ്ച്ചു. എന്നിട്ട് നമ്മളിപ്പോൾ തയ്ച്ചതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കട്ടിട്ട് കൊടുത്തിട്ട് മറിച്ചെടുത്തു. കണ്ടോ, 2 വശം കിട്ടിയത് നിങ്ങൾക്ക് വ്യക്തമായില്ലേ? ഇനി ഞാൻ ഈ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ബാക്ക് കഴുത്ത് ഒരു 3/4 ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനിയും നമ്മുടെ ബാക്ക് പാർട്ടിലേക്ക് തയ്ച്ച് വെച്ചിരിക്കുന്ന ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് നമ്മളൊന്ന് തയ്ച്ചെടുത്തുകൊണ്ട് വരാവേ. ഇനി നമുക്ക് എങ്ങനെയാണ് കോളറിൻ്റെ പാറ്റേൺ ഉണ്ടാക്കും നോക്കാം. അതിനായിട്ട് ഇതുപോലൊരു 4.5 ഇഞ്ച് വീതിയും ഒരു 10 ഇഞ്ച്, 10 വേണ്ട, 8-9 ഇഞ്ചോളം നീളമുള്ള ഒരു ക്യാൻവാസ് മടക്കിയെടുത്തുക. 9 ഇഞ്ച് നീളത്തിൽ മടക്കി കഴിഞ്ഞ് 9 കിട്ടണം. എന്നിട്ട് അതിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന തുണി നോക്കിയത് കണ്ടോ. ഞാനിപ്പോൾ ഈ അടയാളപ്പെടുത്തിയ പോയിൻ്റ് എന്നാണെന്നറിയോ, ആ 1.5 ഇഞ്ച് ഇട്ട് കഴിഞ്ഞേക്കുന്ന ഒരു സ്ഥലമില്ലേ, 1.5 ഇഞ്ചിന് ശേഷമുള്ള നെക്ക്, അതാ കണ്ടോ അടയാളപ്പെടുത്തിയപ്പോൾ എനിക്ക് 7.5 കഴിഞ്ഞൊരു സ്വല്പം കൂടെ ഉണ്ട്. അതുണ്ടോ എന്ന് നോക്കണം. ഒരു പൊടിക്കൂടെ നമുക്കിതേ കൊടുക്കാം. കറക്റ്റ് ആയിരിക്കണേ, ഒട്ടും കുറവും കൂടുതലും വരണ്ട. ഒരു പൊടിക്ക് കൂടുതൽ വന്നാലും കുറവ് വരണ്ട, കൂടുതൽ വന്നാലും പാടാണേ. ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന ഹൈറ്റ് 2 ഇഞ്ചും ഇവിടെ 3.5 ഇഞ്ചും ആ ഹൈറ്റ് എടുക്കുന്നത്. അത് മാറിപ്പോകല്ലേ. ഈ 2 എന്നുള്ളത് 3 വരെ എടുത്താലും കുഴപ്പം, 2.5 വരെ എടുക്കാം കേട്ടോ. ഞാൻ 2 എടുത്തിട്ടുള്ളേ. ഇവിടെ നമുക്കൊരു 3 ഇഞ്ച്, ഈ മുകൾ ഭാഗത്ത് കറക്റ്റ് 3 ഇഞ്ച് നമ്മളിങ്ങനെ ഒരു വര വരയ്ക്കണം. അത് കോമണാണ്, എല്ലാവർക്കും ഒരുപോലെയാണ്. ഇനി നമുക്ക് അവിടുന്ന് ഇതിലോട്ട് ഇത് കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കോളറിൻ്റെ ഈ തുമ്പ് വശത്ത് ഒരു സ്വല്പം കൂടെ നീളം വേണ്ടേ നമുക്ക് ഈ എൻഡിൽ ഇവിടെ, അങ്ങനെയല്ലേ പുരുഷന്മാരുടെ ആണുങ്ങളുടെ ഷർട്ടിൻ്റെ കോളർ നിൽക്കുന്നുണ്ട് അതുപോലെ. അതിന് വേണ്ടി 3/4 ഇഞ്ച് നമ്മൾ കൂടുതലെടുക്കുക. 3/4 ഇഞ്ച് കൂടുതലെടുത്ത് അവിടെ ഒരു പോയിൻ്റ് കൊടുത്തു. ഇനി ആ പോയിൻറ്റിലേക്ക് ഇവിടെ നിന്ന് ഈ 2 ഇഞ്ച് ഉയരത്തിലെടുത്തെടുത്തുനിന്ന് ഒരു വര വരച്ചു. ഇനി നമുക്ക് ഇവിടവും ആ 3 ഇഞ്ചിൻ്റെ ആ പോയിൻറ്റും തമ്മിൽ ഇങ്ങനെ ചെറിയൊരു കേർവ് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഫിനിഷ് ചെയ്തു. ഒരു കൊച്ചു പണിയിലുണ്ട്, എങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ കോളർ എവിടെ വരുന്നറിയോ, ഈ പോയിൻ്റ് ആയിട്ട് നിൽക്കുന്നിടത്തല്ല, ഈ മുകൾ ഭാഗത്താണ്. അതുകൊണ്ട് നമുക്ക് ആ തുണി ഒന്നുകൂടെ വെച്ച് നമുക്ക് നോക്കാം വേണമെങ്കിൽ കറക്റ്റ് ഉണ്ടോ എന്ന്. കണ്ടോ, ഒരു പൊടിക്ക് എനിക്ക് സ്വല്പം കൂടുതലത് കിടന്നോട്ടെ, കാരണം ചിലപ്പം തുണി വലിഞ്ഞു വന്നിരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ഒത്തിരി ഇടണമെന്ന് ഞാൻ പറയത്തില്ല. അത് ഓരോന്ന് തയ്ച്ച് നമുക്ക് നോക്കുമ്പോഴും തുണിയുടെ ഓരോ പ്രത്യേകത അനുസരിച്ച് ഇനി നമ്മൾ അടിയിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് എടുത്ത് കളഞ്ഞ് ഈ പോയിൻറ്റിലില്ല, നടുക്ക് ഭാഗത്തായിട്ട്. എന്നിട്ട് നമുക്ക് ബാക്കി കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസ് ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ, മറന്നു പോകല്ലേ. ഒന്നുകൂടെ വൃത്തിയാക്കി ഇവിടെ ഒരു ചെറിയ തോതിലൊന്ന് ഒന്ന് ലെവലാക്കട്ടെ. ഞാൻ നിവർത്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ ക്യാൻവാസിൻ്റെ ഷേപ്പ്. ഇനി നമുക്ക് ആ മിച്ചം ഉണ്ടായിരുന്ന നമ്മുടെ നൈറ്റി മെറ്റീരിയലിൻ്റെ ആ തുണിയിലേക്ക് ഇങ്ങനെ നമ്മൾ അതിൻ്റെ പശയുള്ള ഭാഗം ഫേസ് ചെയ്ത് വെച്ചു. അപ്പുറവും ഇപ്പുറത്തും നല്ലപോലെ തുണി ഉണ്ടാവണം. എന്നിട്ട് നമുക്ക് അത്രയും അളവ് അങ്ങ് കണ്ടിച്ചെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ നന്നായിട്ട് ചൂടാക്കി വെച്ചേക്കുന്ന അയൺ ബോക്സ് വെച്ച് നമുക്കതൊന്ന് ക്യാൻവാസ് പതിച്ച് എടുക്കാം. അതിലോട്ട് പേപ്പർ തുണിയിലേക്ക് ഫിക്സ് ചെയ്തെടുക്കാം. എക്സ്ട്രാ ഉള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഞാൻ ഇത് കണ്ടോ, ഏത് ഭാഗമാണെന്നൊക്കെ നിങ്ങൾ നോക്കിക്കോണം. ഈ പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നിടമല്ല, മുമ്പ് ഞാൻ അടയാളപ്പെടുത്തിയില്ലേ, ആ തുണി വെച്ച് നോക്കിയില്ലേ, അവിടെ നമുക്ക് ഈ ക്യാൻവാസിലേക്ക് ചേർത്ത് പശ വെച്ചോ അയൺ ബോക്സ് വെച്ചൊന്ന് പതിച്ചെടുക്കുക. അതെന്തിനാന്ന് ചോദിച്ചാൽ നല്ല കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയാണേ. എന്നിട്ട് ഞാൻ എന്നാ ചെയ്യുന്നറിയാവോ, എൻ്റെ കയ്യിൽ പഴയ ഫെവിക്കോൾ ഉണ്ടായിരുന്നെടുത്ത് ഞാൻ ഈ ഇതിലൊന്ന് തേച്ച്, എന്തെങ്കിലും പശ ഒരു സ്വല്പം, ഒരുപാട് തേക്കരുത്, നനഞ്ഞു പോവും, കുതിർന്നിരിക്കും. അതുകൊണ്ട് വളരെ ഒന്ന് ഒട്ടി നിൽക്കാൻ മാത്രം ചേർത്ത് നമുക്ക് പശയൊന്ന് കണ്ടോ നല്ലതായിട്ട് കിട്ടി. ഇനി ഞാൻ ചെയ്യുന്ന ബാക്കിയുള്ള തുണിയുടെ നല്ല വശത്തോട്ട് ഈ ക്യാൻവാസിൻ്റെ നല്ല വശം വീണ്ടും നമ്മൾ എടുത്തു വെക്കുന്നു. എന്നിട്ട് എല്ലായിടത്തും തുണി ഉണ്ടെന്നുള്ള ബോധ്യപ്പെട്ടതിന് ശേഷം മിച്ചമുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോയി തയ്ച്ചുകൊണ്ട് വരാം. എവിടെ തയ്ക്കുന്നറിയാവോ, കാണിക്കാം. ഇങ്ങനെ ഇവിടെ തൊട്ട് അങ്ങനെ തയ്ച്ച് ഇവിടെ കൊണ്ട് നിർത്തണം. ഞാനേ ഈ പോയിൻ്റ് ഈ ഇതിൻ്റെ മൂലവശം ഒന്ന് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി ഒരു നൂല്, വേറൊരു കളറുള്ളൊരു നൂല് നമുക്ക് വെച്ച്, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു
എൻ്റെ ഞാൻ ഇട്ട ഷർട്ട് കോളർ തയ്ച്ചപ്പം ചെയ്തത്. അതുപോലെ അതെപ്പോഴാണ് കൊടുക്കുന്നറിയോ? ഏറ്റവും അവസാനത്തെ കുത്തി നിർത്തുന്നിടത്താണ്. എല്ലാവർക്കും ശരിയാകണം നിർബന്ധമില്ല. ഞാൻ ചെയ്താൽ എപ്പോഴും ഒന്നും ശരിയാകത്തില്ല. ഒറ്റ പോയിൻ്റേ പിന്നുണ്ടാക്കാവൂ കുത്തുമ്പം. മതി. അത് കഴിഞ്ഞ് നമ്മൾ ആ 2 നൂലിനെയും ഈ 2 തുണികളുടെയും ഇടയ്ക്കോട്ട് കയറ്റിയിട്ടേച്ച് നമ്മൾ സാധാരണ പോലെ ഇങ്ങോട്ട് തയ്ച്ച് വരിക. ക്യാൻവാസേ കയറി മുട്ടരുത്, ഒത്തിരി അകന്നും പോകരുത്. ഇവിടെയും വരുമ്പം നമുക്ക് ആ ലാസ്റ്റ് പോയിൻ്റേ വരുമ്പം ഒരു നൂല് അങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഞാനൊരു വെള്ള നൂലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഒറ്റ കുത്തേ വരാവൂ. കണ്ടോ? എന്നിട്ട് നമ്മൾ ആ കുത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? സൂചിയുടെ ഇപ്പുറത്തുകൂടെ 2 നൂലിനെ എടുത്ത് 2 തുണിയുടെ ഇടയ്ക്കോട്ടിടണം. ഇവിടം വരെ നമുക്കിങ്ങനെ തയ്ച്ച് നിർത്തി. ഇനി ആ എക്സ്ട്രാ ഉള്ളതെല്ലാം കട്ട് ചെയ്ത് കളയാം. 1/2 ഇഞ്ച് ഇട്ടിട്ട് ബാക്കി ഫുൾ തുണിയും നമുക്ക് കട്ട് ചെയ്ത് കളയാം. കൊച്ചു കട്ടിട്ട് കൊടുക്കാം, നല്ലപോലെ മറിഞ്ഞ് കിട്ടാൻ വേണ്ടി. ഇവിടെയൊക്കെ അധികം കട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആ കോണറൊക്കെ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ? ഇനി മറിച്ചെടുക്കാം. നമ്മുടെ നൂലിൽ എവിടെയോ ഞാൻ ഇങ്ങോട്ട് തയ്ച്ച് വന്നിടത്തോട്ട് നൂല് നീങ്ങിക്കിടന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, അത് എനിക്ക് എപ്പോഴും ശരിയാകണമെന്നില്ല. പോയി നടക്കുകയില്ല. അത് ശരിയായില്ല. നമ്മളെന്നും ചെയ്യുന്ന പോലെ നമുക്ക് എന്നതിലിട്ട് കുത്തി ശരിയാക്കാം. ഏറ്റവും നല്ലപോലെ കിട്ടുന്ന നൂലിട്ട് വലിക്കുന്നത് തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു കോൺ ഷേപ്പല്ലേ. പോയി, അത് പോയി. അടുത്ത കിട്ടുമോ നോക്കാം അല്ലേ? അത് ഊരിയും പോയി. പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം ജയിച്ചോന്ന് ചോദിക്കുമ്പം ലാംഗ്വേജ് ഒട്ട് കിട്ടിയുമില്ല, സബ്ജക്റ്റ് പോവുകയും ചെയ്തെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി എൻ്റെ അവസ്ഥ. എന്നാലും ഞാൻ 2 ശരിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ? അതിനുശേഷം നമുക്ക് ആ ബാക്കി നിൽക്കുന്ന മിച്ചം നിൽക്കുന്ന തുണി കറക്റ്റ് 1/2 ഇഞ്ച് മിച്ചം വിട്ടിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാറ്റേൺ എല്ലാം ഫിനിഷായി. ആ 1/2 ഇഞ്ച് മിച്ചം വിട്ടിടത്തൂടല്ലേ തയ്ച്ച് വരേണ്ടത്. ആ തയ്ച്ച് വരുന്നേരം കാണാൻ വേണ്ടി അവിടെ ഞാൻ ചോക്ക് കൊണ്ടൊന്ന് കറക്റ്റായിട്ട് വെച്ച് അടയാളപ്പെടും. ഇതൊന്ന് തേച്ചെടുക്കുന്നത് നല്ലതായിരിക്കുമേ. ഇനി എണീറ്റ് പോകാൻ വയ്യ, അതുകൊണ്ട് ഞാൻ തേക്കുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? അപ്പോൾ ആ കോളറെല്ലാം നല്ലതായിട്ട് നമ്മൾ വെക്കണം, മറക്കല്ലേ. ഇനി ആ കോളറിൻ്റെ മിഡ് പോയിൻ്റ് അടയാളപ്പെടുത്തണം. അതുപോലെ നമ്മുടെ നമ്മുടെ ഈ അടിച്ച് വെച്ചേക്കുന്ന ബാക്കിൻ്റെ കഴുത്തിൻ്റെ മിഡ് പോയിൻറ്റും നമ്മളിങ്ങനെ മാർക്കിട്ടിട്ട് അത് രണ്ടും കൂട്ടി ഒരുപോലെ ചേർത്തിട്ട് ഈ ക്യാൻവാസ് മാറ്റി പിടിച്ചിട്ട് ആ 1/2 ഇഞ്ചിൽ ഒരു വര വരച്ചില്ലായിരുന്നോ? എന്തിനാ വരച്ചത്? തയ്ക്കാൻ വേണ്ടി. ആ അടയാളത്തിലൂടെ നമുക്ക് അടിച്ചു പോകാം. കണ്ടോ? അടിച്ച് അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഈ നമ്മുടെ എൻഡ് പോയിൻറ്റും നമ്മൾ മുമ്പേ 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു പോയിൻ്റ് ഇട്ടില്ലേ, അത് രണ്ടും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കണേ. അങ്ങനെ അവിടെ ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് അങ്ങ് തയ്ക്കാം. രണ്ടും ഒരുപോലെ പിടിച്ച് തയ്ക്കുക. ആ ക്യാൻവാസ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും അല്ലേ? അറിയാനൊന്നുമില്ല. അത് ലൈനായിട്ട് രണ്ടുകൂടെ ചേർത്ത് ശരിക്ക് അടിച്ച് നമ്മൾ ഇങ്ങേറ്റത്തോട്ട് കൊണ്ടുവന്ന് നിർത്തി കെട്ടിടുന്നു. ഇനി നമുക്ക് നടുക്കുമെന്ന് വേണേൽ തിരിച്ചു പോകാം. ഇതല്ലേ നമുക്ക് എളുപ്പം. അതുകൊണ്ട് ഞാൻ ഇവിടെ തുടങ്ങുവാണേ. വീണ്ടുമേ ഈ എൻഡിൽ ഒത്തിരി തുണി കിടന്നാൽ നമുക്ക് കറക്റ്റ് തയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടുത്തെ ഈ കട്ട് ചെയ്ത ആ 1.5 ഇഞ്ചിൻ്റെ ഗ്യാപ്പിൻ്റെ അവിടുന്ന് വീണ്ടും നമ്മൾ ചേർത്ത് വെച്ച് കറക്റ്റായിട്ട് ചേർത്ത് വെച്ച് അടിച്ചോണം. എന്നാലേ അവിടെ ഒരു കുഴപ്പമില്ലാതെ കിട്ടത്തുള്ളൂ. ഇവിടെ നമുക്ക് കെട്ടിട്ട് അടിച്ചു പോവാം. കണ്ടോ? ക്യാൻവാസ് നീക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി കിട്ടിയേക്കുന്നത്. അങ്ങനെ കിട്ടണം, എന്നാലേ ചുളിവില്ലാതെ വരത്തുള്ളൂ. എന്നിട്ട് അടിച്ചു പോവാം. കണ്ടോ? ഞാൻ ആ വരയിട്ടേക്കുന്നത് കണ്ടോ? ആ വരയെ കൂടെ തയ്ച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കോളറിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞു. ഇനി ഇത് കണ്ടോ? നിങ്ങൾക്കിത് കാണുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാം. നമ്മളൊന്നും ചെയ്യണ്ട. എടുക്കുമ്പം തന്നെ നല്ല കൃത്യമായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ? നമ്മുടെ കോട്ട് കോളർ നല്ല കുട്ടപ്പനായിട്ട് വരുന്ന കണ്ടോ? എങ്ങനെ ചെയ്യുന്നു നോക്കി. അവിടെ നിന്ന് നമുക്ക് തയ്ച്ചു തുടങ്ങാം.
നിങ്ങൾക്ക് കണ്ടല്ലറിയാം, എൻ്റെ തുമ്പൊന്നും അകത്തോട്ട് കയറ്റി പോലും വെക്കണ്ട, അത്ര ഫിനിഷിങ്ങിലാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ അവിടെ കെട്ടിയിട്ടുണ്ട് നമ്മൾ. നോക്കിക്കാൻ നമ്മുടെ പാറ്റേൺ നിൽക്കുന്ന കണ്ടോ, കോളർ ചേർത്ത് വെച്ച് തയ്ച്ച് പോവാം. തുണി കോളറയിൽ വലിക്കരുത്, തുണി ഒന്നും വലിക്കരുത്, ഇരിക്കുന്ന അതേ പോസിൽ അങ്ങനെ തന്നെ തയ്ച്ച് പോകണം. തയ്ച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ഈ എൻഡ് ഭാഗത്തെ തയ്യൽ തുമ്പൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് വേണം അടിച്ച് പിടിപ്പിക്കാൻ. അങ്ങനെ തീർന്നു. നോക്കിക്കേ, കാണാമോ? കണ്ടോ, ഇവിടെ കാണിക്കാം. ആ നൂലൊന്ന് കട്ട് ചെയ്ത് കളയാം. നല്ല കൃത്യമായിട്ട് വന്നു. കണ്ടോ, നമുക്കിനി ഇതിനെ ഈ കോളറൊന്ന് മടക്കി വെച്ച് കാണിക്കാവേ. എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പാർട്ടുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നറിയാവോ, നമുക്ക് വേണ്ടത്രയും ഇറക്കം എത്ര, ഓരോരുത്തർക്ക് ഇഷ്ടം കഴുത്ത് ഇറങ്ങി നിൽക്കണോ കയറി നിൽക്കണോ, കോളറിൻ്റെ ഷേപ്പ് എങ്ങനെ വേണം എന്നുള്ളത് കണക്ക് കൂട്ടി വേണം. നമ്മൾ എവിടെയാണ് ഇനി അടുത്ത പോയിന്റിൽ ഇവ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ നോക്കണം. ഫ്രണ്ട് ഭാഗം നമുക്ക് കൂട്ടിയടിക്കണം. ഞാൻ ചെയ്യുന്നത് ഇത്ര ഇറക്കിയാണ്, ഞാനൊരു അടയാളം കൊടുത്തിട്ടുണ്ട് അവിടെ. എത്ര ഇഞ്ചാന്ന് ഞാൻ നോക്കിയില്ല, അല്ലാതെ ഒരു അടയാളം കൊടുത്ത് ഇവിടെ കണ്ടോ, ഞാൻ കൈ പിടിച്ചേക്കുന്നിടത്ത് ഒരു ഹുക്ക് വെക്കും, അതിന് ബാക്കി ഞാൻ കൂട്ടിയടിക്കും കേട്ടോ. കൂട്ടി അടിച്ച് വെച്ചിട്ടാണ് ബാക്കി തയ്ച്ച് പോകുന്നത്. ഇനിയും നമ്മുടെ ചെറിയ കൈ രണ്ടിൻ്റെയും ഒരു 3/4 ഇഞ്ച് മടക്കി അടിച്ച് നമുക്ക് കൈ പിടിപ്പിക്കാം. ഞാൻ ബാക്കി ഒന്നും കാണിക്കുന്നില്ല കേട്ടോ, ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് കാണിക്കാത്തത്. കൈയും നിങ്ങൾക്കറിയാം. ഞാൻ പറയുന്നത് തന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, രണ്ടിൻ്റെ മിഡ് പോയിൻ്റ് തമ്മിൽ ചേർത്ത് വെക്കണേ. ഇതിൻ്റെ നല്ല വശത്തോട്ട് കൈയുടെ നല്ല വശം അടിയിലോട്ട് കയറ്റി വെക്കാം. നമുക്ക് രണ്ടിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് തയ്ക്കാം. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇതെല്ലാം വിശദീകരിച്ച് പറയാൻ പോയാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും, അത് നിങ്ങൾക്ക് മടുപ്പുണ്ടാകും. തുടക്കക്കാർ ചിലപ്പോൾ നോക്കുമ്പം ചില കാര്യങ്ങൾ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, എൻ്റെ ഇതിൻ്റെ പുറകിലോട്ടുള്ള വീഡിയോകൾ നോക്കണം നിങ്ങൾ. ചിലയിടത്ത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരും. ചില ചുരിദാർ സ്റ്റിച്ചിങ് 2ഉം 3ഉം ഘട്ടമായിട്ട് കാണിക്കും. അതിലൊക്കെ നമുക്ക് സമയമെടുത്ത് നല്ലപോലെ കാണിക്കാം. പക്ഷേ എനിക്ക് ഒറ്റ വീഡിയോയിൽ തീർക്കുമ്പം എല്ലാം കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ സംശയം കോളറിൻ്റെ കാര്യത്തിലോ ഈ സ്ലീവ് പിടിപ്പിക്കുന്ന കാര്യത്തിലോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബാക്കിലായിട്ടുള്ള വീഡിയോ ഒന്ന് പതുക്കെ എടുത്ത് നോക്കി മനസ്സിലാക്കണേ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ മെഷർമെൻറ്റ് പറയുമ്പം ഒരു ചെസ്റ്റ് അളവ് പറഞ്ഞാൽ ആ ചെസ്റ്റ് അളവ് വെച്ച് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നെല്ലാം അളവുകൾ പറഞ്ഞല്ലേ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് മറ്റളവുകൾ നിങ്ങൾ അങ്ങനെ താരതമ്യം ചെയ്യണം. അല്ലാതെ ഓരോ അളവും എനിക്ക് കാണിക്കാൻ പറ്റുകയല്ലോ. അപ്പം നമ്മുടെ തയ്യലെല്ലാം കഴിഞ്ഞു. ഇതിൻ്റെ ഈ യോക്ക് പാർട്ടിൻ്റെ അടിഭാഗമൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് എല്ലാം ഒരുപോലെ വെച്ച് തയ്ക്കാൻ പോവാണ്. ഞാൻ സ്കേർട്ട് പാർട്ട് കാണിക്കുന്നില്ല, ബോക്സ് പ്ലീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലും ഫ്രണ്ടിലും 2 ബോക്സ് പ്ലീറ്റ്. അതെവിടെ വരണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. നിങ്ങളിനി ചേർത്തടിച്ചാൽ മാത്രം മതി. നമ്മുടെ ഫ്രണ്ട് പാർട്ടെല്ലാം നല്ല വൃത്തിയായിട്ട് വന്നു. ഞാൻ ആ ചെസ്റ്റിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കുവാണ്. നോക്കി എല്ലാം നല്ല വൃത്തിയായിട്ട് വന്നു. ഇതിൻ്റെ നീളവും ഒക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ കോട്ട് കോളർ, നമ്മുടെ കോട്ട് കോളർ ടോപ്പല്ല ഉടുപ്പ്. കണ്ടോ, വെറും സിമ്പിളായിട്ട് കണ്ടോ, 2 ചെറിയ കൈയൊക്കെ വെച്ച് നോക്കിക്കേ. 2 ബോക്സ് പ്ലീറ്റാണ് എടുത്തേക്കുന്നത് കണ്ടോ, ബോക്സ് പ്ലീറ്റാണ് 2 എടുത്തിരിക്കുന്നത്. ഞാൻ പിന്നെ ഒരു ചെറിയ കലാപരിപാടി ചെയ്തേ. ഇവിടെ ഒരു ചെറിയ ഇലാസ്റ്റിക് കൊടുത്തു, അപ്പോൾ നല്ല ഷേപ്പിൽ നിന്നോളും. 2 വശത്ത് ഞാൻ അങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് തയ്ച്ചേക്കുന്ന കൊച്ചു പിള്ളേർക്കൊക്കെ പിള്ളേർ സെറ്റിനൊക്കെ ഇടാൻ നല്ലതല്ലേ. എത്ര ഭംഗിയാണ് അവർക്ക്. ഈ പ്രാവശ്യത്തെ ഓണം അവരിങ്ങനെ ആഘോഷിക്കട്ടെ, എന്ത് രസമാണ് കണ്ടോ. ഇഷ്ടപ്പെട്ടോ നോക്കിക്കേ മൊത്തത്തിൽ. എങ്കിൽ തയ്ച്ചു. ഒരു ചുരിദാർ നൈറ്റി പീസിൻ്റെ വിലയല്ല ഉള്ളോ. നല്ല പ്രിൻ്റില്ലേ, നല്ല ഭംഗി. എന്തിനാണ് നമ്മൾ വലിയ വില കൊടുത്ത് ഇങ്ങനെ ഇതൊക്കെ തുണി വാങ്ങിച്ച് തയ്ക്കുന്നത്? നമ്മൾ ഏതായാലും ഇത് ജീവിതകാലം മുഴുവൻ ഇടുന്നില്ലല്ലോ. ഒരു കുറച്ച് നാളിട്ടച്ച് നമുക്കിത് വീട്ടിലിടുവോ എന്നാ വെള്ളം ചെയ്യാമല്ലോ. ഇഷ്ടപ്പെട്ടോ? അപ്പം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തന്നേരേ.